സിതേഷിൻ്റെ അർപ്പണബോധവും അവൻ്റെ ആത്മാർത്ഥതയും വിനയത്വവുമാണ് അവനെ ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. ഞാനിവിടെ വന്നതിന് ശേഷം ഗിറ്റാർ പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ ജോസ് തോമസ് എന്ന് പറഞ്ഞ മാഷാണ്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ എന്റെ തളനക്കം പുതുമീനുക്കം ചെറുമയക്കം ఎందరో మహానుభావులు ఎందరో మహానుభావులు అందరికీ వందనములు ఎందరో. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയിലുള്ള സംഗീത കോളേജിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഞാൻ സിധേഷിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ സിധേഷ് ഇപ്പോൾ നമ്മുടെ ഈ സംഗീത കോളേജിലെ സംഗീത അഭ്യസനം തുടരുന്ന വിദ്യാർത്ഥിയാണ്. ഈ മുറ്റത്ത് നിന്നാണ് സൂപ്പർ സ്റ്റാർ എക്സ്പ്രസിൻ്റെ യാത്രയിലൂടെ സിധേഷിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ സിധേഷിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് സിധേഷിൻ്റെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ശശികല മിസ്. സിധേഷിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു കുട്ടിയാണ്, നന്നായി പാടും. ഇനിയും ഭാവിയിൽ നന്നായി പാടട്ടെ, കിട്ടട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സിധേഷിൻ്റെ ക്ലാസ് അപ്പുറം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ വസന്തരാഗത്തിലുള്ള വർണ്ണം ഇങ്ങനെ ഒഴുകി നമ്മൾക്ക് കേൾക്കാമല്ലോ അല്ലേ. അപ്പോൾ സിധേഷിൻ്റെ ഫ്രണ്ട്സിനോടാണ് സിധേഷിൻ്റെ വീക്ക്നെസ് ഒക്കെ നമുക്കൊന്ന് കുത്തി എടുക്കാൻ പറ്റുക. എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. എന്താണ് സിധേഷിന്റെ അടിപൊളി പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കല്യാണ കച്ചേരിയൊക്കെ നല്ല അടിപൊളി. ഇവിടെ സാറന്മാർ ഭയങ്കര കമ്പനിയാന്ന് എനിക്കറിയാൻ മനസ്സിലായി. സാർ എനിക്ക് പോകാൻ നേരത്തെ ഒരു കൊളുത്തിട്ട് തന്നിട്ടാ പോയത്. സിധേഷിന്റെ പ്രണയത്തെ കുറിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞു. അത് വല്ലതും സത്യമുണ്ടോ ആ പറഞ്ഞവര്? ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. ഹലോ, ഹായ്. സിധേഷിന്റെ ഏത് പാട്ടുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം? മെലഡിയാണ്. മെലഡിയിലെ നന്നായിട്ട് പ്രണയഗാനങ്ങൾ നന്നായിട്ട് പാടുമോ? ലവ് ഫീലിംഗ്സ് കുറച്ച് അധികമാണ്. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ എന്താണ് പേര്? രതീഷ്. ഓ, എന്റെ പേര് രതീഷ്. രണ്ടുപേരും നമുക്ക് വേണ്ടി പാടാമോ? മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. സിധേഷിന്റെ ഒരു ലൈവ് ആയ നല്ലൊരു പാട്ട്. കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരുന്നോടി പോരുമ്പം പൂക്കൊമ്പത്താടുന്നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി. സിധേഷിന്റെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം സിധേഷിന്റെ ഗുരുനാഥന്മാരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സിധേഷ് നല്ല
നല്ല കഴിവുള്ള കുട്ടിയാണ്, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. സിതേഷിനെ കുറിച്ച് എനിക്ക് ഭയങ്കര പ്രതീക്ഷകളാണുള്ളത്. സന്തോഷം തോന്നി. അപ്പോൾ നല്ല കുട്ടിയാ. എല്ലാ ടൈപ്പ് പാട്ടും വഴങ്ങുന്ന ഒരു കുട്ടിയായിട്ട് തോന്നുന്നുണ്ട്. ഹായ്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ മ്യൂസിക് പഠിപ്പിക്കുന്ന മാഷടുത്തേക്കാണ്. മാഷ പേര് ശിവദാസ് വാര്യർ എന്നാണ്. പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുന്ന കുട്ടിയാണ്. സംഗതികളൊക്കെ അല്ലേ തൊണ്ടിൽ നന്നായിട്ട് വരും. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ആദ്യ ഗുരുവിൻ്റെ അടുത്താണ്, ചേർത്തല ശശീന്ദ്രൻ മാഷ്. ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിലേക്കാൾ വലിയ അങ്ങേയറ്റത്തെ ഒരു സ്റ്റേജിലേക്ക് എൻ്റെ ശിഷ്യൻ എത്തിച്ചേരണം എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് സിതേഷിന്റെ അങ്ങാടിയിലെ നാട്ടുകാർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് സിതേഷിന്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ നാട്ടും പുറത്തുകാരൻ അല്ലേ? തനി നാട്ടും പുറത്തുകാരനാണ്. ഈ നാട്ടും പുറത്തുകാരൻ ഇന്ന് ലോകം മുഴുവൻ കാണുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഗായകനായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. നാട്ടിന് അഭിമാനമാണ്. ചെറുപ്പം മുതലേ അവന്റെ പാട്ട് ഞങ്ങൾ കേൾക്കുന്നത്, ചെറിയ കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ഏതൊരു കണ്ടസ്റ്റന്റിനേക്കാളും ഒരു പക്ഷേ ഒരു പ്രത്യേകത സ്വന്തം നാട്ടുകാരുടെ ഇത്രയും ഭയങ്കരമായ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റാണ് സിതേഷ്. സിതേഷിന് യാത്രയിൽ തിരുവനന്തപുരത്തേക്കുള്ള ഷൂട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നവരുണ്ട്. സിതേഷിന്റെ വളർച്ചയിൽ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടന്റെ പേരെന്താണ്? പേര് വിജയൻ. വിജയൻ ചേട്ടനാണ് സിതേഷിന്റെ ടിക്കറ്റൊക്കെ. അങ്ങനെയാണ് ഒരു നിയോഗമുണ്ട്. അതൊരു നിയോഗമായിട്ട് കാണുന്നു. അത്രയും നല്ലൊരു ആശ്വാസമുള്ള സംഗതിയാണ്. ഇവിടെ സിതേഷിന്റെ ഫ്രണ്ട്സ് ആണ്. സിതേഷിന്റെ ഫ്രണ്ട്സിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിലേ ആ ഒരു ടീംസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പം സിതേഷിന് ഫൈനൽ 6-ലെത്തി. ഇനി അങ്ങോട്ട് സൂപ്പർ സ്റ്റാർ ആകാനുള്ള എല്ലാ ബാറ്ററി ചാർജിങ്ങും ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഇനി ബാക്കി സിതേഷിന്റെ ആ ഒരു എപ്പിസോഡുകളിലുള്ള പെർഫോമൻസും നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടും കൂടി മാത്രം കിട്ടിയാൽ ബാക്കിയെല്ലാം ഓക്കെ ആയി.